ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. മാരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി പോലീസ് ജേതാക്കളായി. മത്സരത്തിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചത് ചെർപ്പുളശ്ശേരി സബ് ഇൻസ്പെക്ടർ പി രവീന്ദ്രനായിരുന്നു. മാരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. തുടർന്ന് നടന്ന പോരാട്ടത്തിനൊടുവിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി ചെർപ്പുളശ്ശേരി പോലീസ് ടീം വിജയം സ്വന്തമാക്കി. വിജയികൾക്കുള്ള ട്രോഫികൾ സബ് ഇൻസ്പെക്ടർ പി രവീന്ദ്രൻ ചടങ്ങിൽ വിതരണം ചെയ്തു. ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബ്ബ്, ചെർപ്പുളശ്ശേരി പോലീസ് ടീമുകളും നല്ല മത്സരം കാഴ്ചവെച്ച് ഈ ഒരു മത്സരത്തിന് നല്ലൊരു വിജയം കൈവരിച്ചിട്ടുള്ളതാണ്. മത്സരത്തിനു ശേഷം നടന്ന സമാപന പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർമാരായ വി ജയൻ പുഞ്ചപ്പാടം, സി സത്യൻ, കെ ജയകൃഷ്ണൻ എന്നിവരും പ്രസ് ക്ലബ് സെക്രട്ടറി ഉനൈസ്, പ്രോഗ്രാം കോർഡിനേറ്റർ മുരളി മോഹൻ തുടങ്ങിയവരും സംസാരിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്നുകളുടെ വ്യാപനം തടയുന്നതിനും അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നതിനും പൊതുജനങ്ങൾ പോലീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ, പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹത്തിലുള്ള നാനാതുറകളിൽപ്പെട്ടവരുടെ എല്ലാം ആ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. ആ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ലഹരി എന്ന മഹാവിപത്ത് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആ ലഹരി മാറ്റി വെച്ചുകൊണ്ട് കളിയാണ് ലഹരി എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളും പോലീസും കൈകോർത്തുകൊണ്ടുള്ള ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വിജയത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു. ഈ സമൂഹത്തോട് മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം പരമാവധി വിനിയോഗിക്കുക, ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളോട് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അധികൃതർ ബന്ധപ്പെട്ട സമയത്ത് ഇതിനോട് സഹകരിച്ച് ഇന്ന് സായാഹ്നത്തിൽ ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം, വാർത്തകളൊക്കെ മാറ്റിവെച്ചത് നേരത്തെ ചെയ്ത് നാളത്തേക്ക് മാറ്റിവെച്ചൊക്കെ ഇതിനോട് സഹകരിച്ചത്. ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ഫിയസ്റ്റ ചെർപ്പുളശ്ശേരിയും കളിക്കാർക്കുള്ള ജേഴ്സികൾ മോക്കയുമാണ് സ്പോൺസർ ചെയ്തത്. പരിപാടിക്ക് എത്തിയവർക്കായി നില ബേക്കറി റിഫ്രഷ്മെന്റും ഒരുക്കിയിരുന്നു. CCN ചെർപ്പുളശ്ശേരി.